ഗൃഹപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെങ്ഷുയി അഥവാ ചൈനീസ് വാസ്തുശാസ്ത്രത്തെ കുറിച്ചാണ്. അതിഥിയായിരിക്കുന്നത് പ്രശസ്ത ഫെങ്ഷുയി മാസ്റ്റർ ചന്ദ്രബോസ് സൂര്യമഠം. സർ, എത്ര അധ്വാനിച്ചാലും പലർക്കും ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അന്നന്ന് ഉണ്ടാക്കുന്നു, അന്നന്ന് കഴിയുന്നു. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട്. പോകുന്ന വീട്ടുകളിൽ അത്രയും പറയുന്നുണ്ട്. സാർ, ഇന്ന് 10,000 രൂപ വന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ വീണ്ടും കടം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ. അത് ഒന്നാമത്തെ കാര്യം ലാവിഷായിട്ടുള്ള ചെലവ്. മിച്ചം വെക്കണമെന്നുള്ള ജീവിതത്തിനൊരു ലക്ഷ്യം വേണമല്ലോ. ജീവിതത്തിന് ലക്ഷ്യമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അത് വളരെ കഷ്ടമാണ്. ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു കാര്യത്തിനും ഒരു പ്രയത്നത്തിലൂടെ ഒരു ലക്ഷ്യം ഉണ്ടാവണം നമുക്ക്. എങ്കിലും ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും. ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയും പിന്നെ അതിലൂടെ വാസ്തു കറക്ഷനിലൂടെ നമുക്ക് ചെയ്യണം. ഇപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ വീടിന്റെ പടിഞ്ഞാറ് വശത്തായിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഉണ്ടാവും. എന്തെങ്കിലും വരാൻ പാടില്ലാത്ത എന്തെങ്കിലും സാധനം, ചിലപ്പോൾ അഗ്നിയുടെ സാന്നിധ്യമായിരിക്കാം, ജലത്തിൻ്റെതായിരിക്കാം. പടിഞ്ഞാറ് എന്ന് പറയുമ്പോഴത്തേക്ക് വെസ്റ്റ് കറക്റ്റ് പടിഞ്ഞാറ്. കന്നിമൂല എന്ന് പറയുമ്പോൾ തെക്കും പടിഞ്ഞാറും കൂടെ കൂടുന്ന മൂലയ്ക്കാണ്. കന്നിമൂലയിലെ കക്കൂസ് സെപ്റ്റിടാങ്കോ ഇല്ലെങ്കിൽ കിണർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിന്റെ കാര്യം അതോ ഗതി തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. വഴിയെങ്ങണം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഇറങ്ങിപ്പോകുന്ന ലോഡും ഈ അൺലോഡ്. ഇപ്പൊ ഞാൻ കൊല്ലത്ത് പോയപ്പോഴത്തേക്ക് ഒരു കാഷ്യൂ ഫാക്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല. വൻ ബിസിനസ്. USA അമേരിക്കയിലുള്ള സാധനങ്ങൾ അത്രയും കയറ്റി വിടുന്നത്, എക്സ്പോർട്ടിങ് അത്രയും അങ്ങോട്ടാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, കാശൊന്നും കൈ നിൽക്കുന്നില്ല. കോടിക്കണക്കിന് രൂപ ഇങ്ങനെ വരുന്നു പോകുന്നു. ആ വ്യവസായ സ്ഥാപനത്തിന്റെ ശരിക്കും ഇത് ഇറങ്ങിപ്പോകുന്ന വഴി കന്നിമൂല ഭാഗത്ത് തെക്ക് പടിഞ്ഞാറായിരുന്നു. അതിനുള്ള റെമഡി ചെയ്യാതെ യാതൊരു നിവൃത്തിയില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വഴി എന്ന് പറയുമ്പോഴത്തേക്ക് വഴി മാറ്റാതെ നമുക്ക് ഫെങ്ഷുയിലൂടെ ചെയ്യാന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു രീതി ഞാൻ ചെയ്തു കൊടുത്തു. അപ്പൊ അതിലൂടെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. അപ്പൊ നമ്മൾ പഠിച്ചപ്പോ ചോദ്യം ചെയ്താണ് ഇത് മിച്ചം വെക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ട്. അത് വന്ന് കണ്ടിട്ട് ഓരോരുത്തരുടെയും നമ്പർ അനുസരിച്ച് എവിടെയാണ് നമ്മുടെ ലോക്കർ സൂക്ഷിക്കേണ്ടത് ആ സ്ഥലത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ ഉള്ളതിനേക്കാൾ വെച്ച് ഒരാൾ ജനിച്ച വർഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്. ചൈനീസ് കലണ്ടർ അനുസരിച്ച് ഐച്ചിങ് ജ്യോതിഷത്തിൽ കൂടി, ജ്യോതിഷമൊന്നും പറയുന്നില്ലെങ്കിൽ ഐച്ചിങ് ജ്യോതിഷത്തിൽ കൂടി നമുക്ക് എങ്ങനെ നമ്പർ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് ഓരോരുത്തർക്കും ഓരോ ജനിച്ച വർഷവും ഓരോ നിറങ്ങളും ഓരോ ദിശകളും ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ പോസിറ്റീവായി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഓക്കെ സാർ, ഈ ഫെങ്ഷുയും മെയ് മാസവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുള്ളതായിട്ട് പറയുന്നുണ്ട്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ കംപ്ലീറ്റ് കോളും അതിനു വേണ്ടിയാണ് വരുന്നത്. അപ്പൊ അത് ഒരിക്കലും എനിക്കതൊരു ശല്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫെങ്ഷുയി ലാഫിംഗ് ബുദ്ധ അദ്ദേഹം ജനിച്ച വർഷം എന്ന് പറയുന്നത്, ജനിച്ച മാസം എന്ന് പറയുന്നത് മെയ്യിലാണ്, മെയ് മാസത്തിലാണ്. അപ്പൊ ഈ മാസം ഫെങ്ഷുയി ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കാരണം അദ്ദേഹം ജനിച്ച വർഷത്തിൽ തന്നെ അത് ചെയ്യുന്നത്, ഫെങ്ഷുയി ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ എന്താണ് ചെയ്യേണ്ടതെന്ന്. അതെ, മെഴുകുതിരി പറയണം. അത് പറയുന്ന പറയുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ട് വിളിച്ചിട്ട് കാര്യമില്ല. അത് മെയ് 8-ാം തീയതി ഒരു ചുവന്ന മെഴുകുതിരി കൊളുത്തി വെച്ചിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് പറയുന്നു. ഒക്കെ അത്രേ ഉള്ളൂ. ഓക്കെ സാർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ആരാണിത്? പറയൂ. ഉഷ എന്ന പേര്. എവിടെ നിന്നാണ്? പട്ടാമ്പിന്നാ വിളിക്കുന്നത്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. സാർ, ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വീടിന് കുറ്റിയടിച്ച സമയത്തേ അത് ഞങ്ങള് ആശാരി കണക്കനുസരിച്ചിട്ടാണ് ഞങ്ങൾക്ക് കുറ്റിയടിച്ച് തന്നത്. പക്ഷെ ഞങ്ങളത് സ്ക്വയർ ഫീറ്റ്, ഞങ്ങൾക്ക് ഒരു 1500 സ്ക്വയർ ഫീറ്റിന്റെ പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് കണക്ക് പ്രകാരം 2000 ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കത് പാതകം ഞങ്ങൾ കളച്ച ശേഷമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ അളവ് മനസ്സിലായത്. അപ്പൊ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ചെയ്യാൻ പറ്റുമോ കണക്ക്? ഇല്ല, ആ കണക്ക് നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം നമ്മൾ എടുത്താൽ മതി. നമ്മുടെ ആവശ്യമാണ് അവർ നിറവേറ്റി തരേണ്ടത്. അതെ, അത് അവരുടെ ആവശ്യമല്ല നമ്മൾ നിറവേറ്റേണ്ട. അതായത് വാസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് വെറും അളവുകളും കോലുകളും കണക്കുകളും ഉള്ള ഒരു സ്കെച്ചർ മാത്രമാണ്. ഫെങ്ഷുയി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, മനുഷ്യന്റെ സൗകര്യത്തിനനുസരിച്ച് ഉള്ള വീട് വെക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്ലാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ കറക്റ്റ് ചെയ്ത് അയച്ചു തരാം അങ്ങോട്ട്. അതെ, അപ്പൊ ഞങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ നമ്പറിൽ വിളിച്ചാൽ മതിയോ? മതിയല്ലോ, ഇതിനകത്ത് നമ്പർ വരുന്നുണ്ട്, അവരെ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ, ശരി. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. സർ, മെയ് മാസത്തെ കുറിച്ച് പറഞ്ഞു. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ മെയ് മാസമായിട്ട് ബന്ധപ്പെട്ട്? അല്ല, ഇത് മെയ് മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഫെങ്ഷുയുടെ നമുക്ക് ലാഫിംഗ് ബുദ്ധയുടെ അതാണ് നമുക്ക് പറഞ്ഞു വരുന്നത്. മെഴുകുതിരി കൊടുത്തി വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ സാർ, പ്രണയത്തിന്
പ്രണയത്തെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പ്രണയവുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. പ്രണയം വിവാഹത്തിൽ പോവാതെ ബന്ധം പ്രശ്നം ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഒത്തിരി. അപ്പൊ ഫെങ്ഷുയിൽ എന്തെങ്കിലും അത് വല്ലാത്ത ചോദ്യമാണ്. എങ്കിലും ഞാൻ പറയാം. അതായത് പ്രണയം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഞാനൊരു ഈ അടുത്ത കാലത്തായിട്ട് MC റോഡിലുള്ള ഒരു വീട്ടിൽ പോയിരുന്നു. MC റോഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് കൊട്ടാരക്കര അടൂർ ആ ഭാഗത്തോട്ട് പോയിരുന്നു. പോയപ്പോഴത്തേക്ക് അവിടെ ആ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എല്ലാം നല്ല ജോലിയുണ്ട്. പക്ഷെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു 26-27 വയസ്സ് വരും തോന്നുന്നു. അന്ന് 2 വർഷത്തിന് മുമ്പാണ് പോയത്. ഒരു 84 കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന പോലുള്ള മറ്റേ ആ ബുദ്ധിജീവി ലുക്കുണ്ടല്ലോ, ആ ദാടി നീട്ടി വളർത്തി, പല്ല് തേക്കാതെ, മുഖം കഴുകാതെ, മുടി ഇങ്ങനെ നീട്ടി വളർത്തി, ഒരു ജീവിതത്തിലൂടെ ഒരു രീതിയിലുള്ള എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തകളുമില്ല, ഒരു വൃത്തിയുമില്ല, ഒന്നുമില്ല. എന്തിനൊക്കെയുള്ള ഒരു നിരാശ അദ്ദേഹത്തിനെ ബാധിച്ചിരിക്കുന്നു. ആയിരിക്കും, പ്രേമനൈരാശ്യം ആയിരിക്കാം. അതല്ല പറഞ്ഞു വരുന്നത്. അപ്പൊ ആ വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ചെറുപ്പക്കാരൻ, ഞാൻ അയാളോട്ട് ഒത്തിരി നേരം സംസാരിച്ച കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് ഫെങ്ഷുയി ചെയ്യാനുള്ള റെമഡികൾ ചെയ്യാനാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മളത് ചെയ്ത് നമ്മുടെ ജോലി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. എങ്കിലും ചെറുപ്പക്കാരനാണല്ലോ, അന്ന് എനിക്ക് 2-3 വയസ്സ് ഇതും കൂടെ ആയിരുന്നത് കൊണ്ട്, കുറവായിരുന്നതുകൊണ്ട് ഞാനോട് സംസാരിച്ചു. ചുരുക്കി പറഞ്ഞാൽ 1-1.5 വർഷത്തിന് ശേഷം അവനെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായി. അപ്പൊ അവന് സ്നേഹം കിട്ടിയില്ല. അപ്പൊ അവൻ നേരത്തെ പ്രേമിച്ചിട്ടുണ്ടായിരിക്കാം, പ്രണയിച്ചിട്ടുണ്ടായിരിക്കാം, അവനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷെ അവനെ പ്രണയിക്കാൻ, അവനെ ഇഷ്ടപ്പെടാൻ, അവന്റെ സ്വഭാവത്തെ ഇഷ്ടപ്പെടാൻ ഒരു പെൺകുട്ടി ഉണ്ടായപ്പോ അവന്റെ രൂപം മാറി, അവന്റെ വേഷം മാറി, അവന്റെ ഭാവം മാറി, അവൻ സുന്ദരനാകാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ പ്രണയത്തിന് ഇങ്ങനെ ഒരു കഴിവും കൂടെ ഉണ്ട്. എത്രത്തോളം സുന്ദരനാകാൻ ശ്രമിക്കുന്നു ആ രീതിയിൽ അവൻ സുന്ദരനായി, അവന്റെ വേഷം മാറി, ഭാവം മാറി, അവൻ ജോലിക്ക് പോയി തുടങ്ങി. ജീവിതത്തിന് എന്തോ ഒരു അർത്ഥം വന്നതുപോലെ, അവനെ കാത്തിരിക്കാൻ ഒരാളുള്ളത് പോലെ, ഒരു ജീവിതം മുന്നോട്ടാണെന്നുള്ളൊരു തോന്നൽ പോലെ. അപ്പൊ നമ്മൾ ഫെങ്ഷു വൃത്തിയാക്കി റെഡിയാക്കി വെക്കണമെന്ന്. അപ്പൊ ആ ഒരു ഊർജം, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഊർജം അവരിൽ വന്ന് നിറഞ്ഞു. അതായത് ചിരിക്ക് വശ്യതയാണല്ലോ, വശ്യതയുടെ മാസ്മരികമായ ഒരു കഴിവ് ആ ചിരിക്കുണ്ട്. അപ്പൊ ആ ഒരു ഭാവത്തെ, ആ ഒരു ചിരിയുടെ ഭാവത്തെ, ആ ഒരു പെൺകുട്ടിയുടെ ഒരു ചിരിയാണ് അവനെ ആ പ്രണയത്തിലോട്ട് ആകർഷിച്ചത്. അപ്പൊ ആ ചിരി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലാഫിംഗ് ബുത്ത്, വലിയ ലാഫിംഗ് ബുത്ത് ഏതെങ്കിലും വീട്ടിൽ ചെന്നിരിക്കുമ്പോഴത്തേക്ക്, വീട്ടിലിങ്ങനെ പ്ലേസ് ചെയ്യിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ആ ഒരു ചിരി കൊണ്ട് ഒരു മനുഷ്യനെ ഒരു പ്രണയത്തിൽ കുടുക്കിയിട്ട് അതിനോട് അവൻ ഇത്രത്തോളം മാറാൻ കഴിയുന്നുവെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള സംഭവം തന്നെയാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തെ തന്നെ അത് മാറ്റിമറിച്ചു കളഞ്ഞു, അവന്റെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിച്ചു കളഞ്ഞു. ജീവിത രീതിയും ചിട്ടകളും എല്ലാം മാറി അവനെ സാധാരണ ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ ആ പ്രണയത്തിന് കഴിഞ്ഞു. ഓക്കെ സാർ, ഈ അരമണിക്കൂർ പോയത് അറിഞ്ഞില്ല. നമുക്ക് ഗൃഹപാഠത്തിന്റെ സമയം ഏകദേശം പൂർണ്ണമായി. ഏതായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്, മെയ് മാസം ഫെങ്ഷുയി ചെയ്യാൻ ഏറ്റവും നല്ലൊരു മാസമാണെന്നും കൂടെ ഇന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ മെയ് മാസത്തില് ചുവന്ന മെഴുകുതിരി കത്തിക്കേണ്ടതിന്റെ പ്രത്യേകതയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ ഗൃഹപാഠം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും മറ്റൊരു വിഷയവും അതിശയവുമായി എത്താം. നന്ദി, നമസ്കാരം.